രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് വളർന്ന എന്നാൽ ഈ വിവാഹ ശുശ്രൂഷയുടെ ഒരു കുടുംബമായി നിലനിൽക്കണം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ളതായ ദൈവിക ശീലോദാസത്തോടും എല്ലാവരും പ്രാർത്ഥനയോടെയും ശുശ്രൂഷിക്കുന്നു. വചനഭാവം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരം ലഭിച്ചവരല്ലാതെ ആരും പ്രചരിപ്പിക്കുന്നവരെന്ന് വചനത്തിലൂടെ പറയും. വിവാഹ ജീവിതത്തിലേക്ക് വേണ്ടി ദൈവത്താൽ വിളിച്ച് വരം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ളതായ ദൈവിക നന്മകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിവാഹ ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊണ്ടുപോകാൻ പറ്റുന്നതായ ഏറ്റവും വലിയൊരു യുദ്ധം എന്ന് പറയുന്നത് ഈ മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമായി കാണണം. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാണ്. സ്വകാര്യ സഭയുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കുന്നതായ ഒരു ഉദാശയാണ്. അത് നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ടുള്ളതായ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തോടുള്ളതാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം.
ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങൾ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായിഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തപ്പോഴുള്ള ഐകമത്യം ഉണ്ടാവുകയും ചെയ്യണമേ. വിചാര
പുത്രിയിലേക്ക് സമയമായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിലും മാലിന്യങ്ങളിലും തന്റെ രക്തത്താലെ വെളിവാക്കി ഭൗമിക സഭയെ പാപം ചെയ്ത് താഴ്ന്നതിനെ ബലരായിരിക്കുകയും അശുദ്ധവിശ്വാസികളുടെ ദാസത്വത്തെ സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശികളെയും സ്ത്രീകന്മാരെയും സകല മനുഷ്യരെയും ക്ഷണിച്ചവനായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസന്റെ മോചനവാഴ്വഴി സമയത്തും സകലവിധ കാലങ്ങളും ഉടയവരെയായി സ്വയംക്കുകയും സ്വദീപകുമാരനാരാധന നൽകിയാകുന്നു. അതിന്റെ ശക്തിക്ക് വിശ്വാസത്തെ ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധസഭയ്ക്ക് നശിച്ചു പരിമളവാസനോട് ദൈവത്തെ നിറയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ ദൈവിക വിശുദ്ധ കുറവരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. ശത്രുവിന്റെ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരത്തിൽ മോദമായിട്ട് അതിനെ സന്തോഷിപ്പിച്ചതിന്റെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അത് നൽകിയതിന്റെ കൂടെ അതിനെ പ്രസിദ്ധിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർക്ക് ക്രമമായി നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷബോധത്താൽ പൂർത്തീകരിക്കുകയും വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നതിൽ കൂടി ഏകീകരിക്കുകയും ചെയ്യുമെന്ന് നിശ്ചയിച്ചു നീയാകുന്നു. ദൈവമായ കർത്താവേ, ആശീർവാദം ചെയ്യുന്ന ഈ ഓർമ്മകളിൽ സന്തോഷമായി നയിക്കണമേ. ഈ ഓർമ്മകളിൽ ഇതിനാൽ വിശദമായ ജീവൻ ശ്രദ്ധയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധമായ ഓർമ്മത്തിലേക്ക് ദൈവിക ഈ ഓർമ്മകളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, പുത്രിയായ ജ്ഞാന സമ്പന്നരും നിരവധിയായി തീരുവാൻ കഴിയാകണമേ. കർത്താവേ, ദൈവമായ കർത്താവേ, ഫലമായി ഇവരെ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ കർത്താവേ,
തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി അങ്ങേ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരവിരുളം യേശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. പരസ്പരം വിവാദിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും സമ്മോദരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനോട് കൂടെ സ്വർഗീയമായി അനുഗ്രഹങ്ങൾ നൽകി പരിപാടിയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഇസ്ലാമിന്റെയും ഇമാമിയുടെയും വിവാദശയത്തെ സ്വർണ്ണാഭരണാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോദനം കൊണ്ട് മോദനാകട്ടെ. മണവാളനെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാസ്ത്രവും അക്ഷയവുമായ മനോഹര പുരുഷങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറട്ടെ. സ്വർണ്ണാഭരണങ്ങളുടെ അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻമുദ്രകൊണ്ട് അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപടസ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാർത്ഥികളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുലഭമായ പുഷ്പങ്ങളെക്കാൾ സൗകര്യമേറിയ പരിപാകതയുടെ മനസ്സാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യോദത്തെ ഉദ്ദേശിക്കുന്ന അസൂയാലമായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വാദത്തിന്റെ നിർമ്മലവാദത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് സ്ഥലത്ത് നല്ല കാലം അനുഗ്രഹ സമ്പൂർണമായ സൗകര്യങ്ങളും ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ പാവികളായ ദാസരാജന്റെ പ്രാർത്ഥനയെ ഇവർക്ക് അനുഗ്രഹ സൗഭാഗ്യകാലങ്ങളും നൽകണമേ. സൽപ്രവർത്തികളാൽ സമയാധിപർക്ക് വർദ്ധിപ്പിക്കണമേ. എന്നിവരുടെ സത്യവിശ്വാസത്തിലൂടെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതിമാരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുകയും ചെയ്യണമേ. നിന്റെ വലിയ സ്നേഹമായ മണവാളനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവുമുതൽ പരിശുദ്ധമായ എല്ലാവരുടെയും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യുവാനാകണമേ. Thank you.
ദുഷ്ടനിൽ നിന്നും അവന്റെ സൈനികരിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണയുണ്ടായവരോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, സന്തോഷിക്കപ്പെടാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാഗ്യവാന്മാരെ അടുക്കൽ ചെയ്യുന്നു. വിശുദ്ധരാജാവേ, നിനക്ക് സ്തുതി. പാടുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമത്തിൽ സ്തുതിക്കണമേ. നിന്റെ രാജ്യം വരട്ടെ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ. ഇനിയോ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാക്കി. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ. ദൈവമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ പ്രാർത്ഥനയോടെ സ്ത്രീകളുടെ വാഴ്ത്തപ്പെടാതെ ദൈവകൃപയായി കർത്താവേ ശിവാവാഴ്ത്തപ്പെടാതെ സുഗന്ധമേ പൊന്നുമേ പുരാണമേ ഭാഗ്യവാന്മാർക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ദൈവപുരാണമേ സുഖമേ ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിടുതലും കടമില്ലാത്ത ഉടമയ്ക്ക് നിർണയോഗ്യങ്ങളെ ആ വിടുതലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ തിരുവഴികളോട് ഞങ്ങൾ അംഗീകരിക്കുവാണ്. പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറണമേ. Say,
സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ സത്യത്തെ തന്നെ ചെയ്യുവാൻ
ന്യായപ്രമാണഭാഗത്തിൽ ഇവിടെ കാത്തു നയിച്ചുകൊള്ളേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് മാത്രമാകണമേ. ആത്മീയ തൽപരരും ആത്മാശയങ്ങൾക്ക് പ്രയോജനകരമാവും ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നതുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ജീവനെ കാണിക്കുന്നവരും പാപമരണമായി വർദ്ധിക്കുവാനാകണമേ. നിന്റെ പരിശുദ്ധഭാവത്തോടൊത്ത് വരുവാൻ ശമിക്കപ്പെട്ടവനായ സാധാരണദാസത്തിൽ ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളുടെയും നിന്റെ ആജ്ഞയും നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോട് നിന്റെ കൽപ്പനയാത്രമേ. കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധന്മാരോട് സദൃശം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും കർത്താവേ, നിന്റെ സ്നേഹത്തെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ ചെയ്യണമേ. നീയും സ്തുതിയും സ്തോത്രവും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും
നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. സ്ത്രീകളെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. വിശുദ്ധ ദൈവത്തിന്റെ ചെയ്യാനുള്ളതെന്ന് അറിയപ്പെടുന്ന കേൾക്കണം. ഭാര്യമാരെ
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം സമൃദ്ധിയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയമണവാളന്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കളെ, സ്നേഹിതരെ, ഈ വിവാഹം ആശീർവദിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ഈ കുടുംബജീവിതത്തിന് നന്മയും സർവ്വവിധമായ അനുഗ്രഹങ്ങളും നേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വിവാഹം ആശീർവദിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള വികാരിയച്ഛ, പ്രിയ അപ്പു, മോളുടെ പേര് ഞാൻ ചോദിച്ചില്ല, ചിന്നു, രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇങ്ങനൊരു അവസരം, ഒരു ഗ്രീറ്റിംഗ്സ് പറയുവാനൊരു അവസരം നൽകിയ പ്രിയമുള്ള അച്ഛനോടുള്ള കടപ്പാട് സന്തോഷത്തോടെ അറിയിക്കുന്നു. വിവാഹം എന്തുകൊണ്ടും സന്തോഷം. വിവാഹിതരാകുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്കും അതറിയുന്ന എല്ലാവർക്കും ഏറെ സന്തോഷം. എന്തുകൊണ്ടാണ്? അതൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല, അല്ലേ? പിന്നെ നല്ലൊരു ശാപ്പാട് കിട്ടും എന്നുള്ളത് ഒരു കാരണം. പിന്നെ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന രണ്ട് മാതാപിതാക്കളിൽ, രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നായിത്തീരും. അവിടെ സ്വർഗം സന്തോഷിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ് കുടുംബജീവിതം അഥവാ വിവാഹ ജീവിതം. അതുകൊണ്ടാണ് വേദവിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം അവർക്ക് തക്ക തുണയെ നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. ദൈവം രണ്ടായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്ക സമയത്ത് തക്ക തുണയെ ദൈവം നൽകി. അപ്പോൾ അതൊരു വലിയ സന്തോഷം. ഒരു തക്ക തുണയെ, ഒരു സ്യൂട്ടായിട്ടൊരു പാർട്ട്ണറെ ലഭിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം. പക്ഷേ ഈ ആധുനിക ലോകത്തിൽ, ഈ വർത്തമാനകാലത്തിൽ വിവാഹ ബന്ധങ്ങളൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളായിരിക്കും. ഞാൻ വായിച്ചു, അതിന് പഠിച്ചിട്ടുണ്ട്. ഈ നാളുകളിലൊക്കെ വിവാഹബന്ധം സംയോജിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വിവാഹബന്ധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളുടെ രൂപതയിൽ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരിൽ ഒരാളാണ്. ഈ 9 വർഷത്തിനിടയ്ക്ക് എന്നെ ദുഃഖിപ്പിച്ച ഒരു സംഭവം, ഞാൻ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു വിട്ട, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൃത്യം 2-ാമത്തെ മാസത്തിൽ പിതാവിൻ്റെ അടുക്കൽ അവർ കത്ത് വായിച്ചു, ഞങ്ങളുടെ വിവാഹബന്ധം വന്ന് വേർപെടുത്തി തരണം. പിതാവ് ഒരുപാട് ഉപദേശിച്ചു, കൗൺസിലിങ്ങിന് വീണ്ടും വിധേയരാക്കി, മാതാപിതാക്കളെ പഠിപ്പിച്ചു. പക്ഷേ അവരതിൽ ഉറച്ചു നിൽക്കുക. കാരണം എന്താണ്? അവരോട് ചോദിച്ചു. 2 പേർക്കും ഒരു കൃത്യമായ ഉത്തരം പറയാൻ യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അതേയുള്ള കാരണം ചെറിയ നിസ്സാരങ്ങളായ പിണക്കങ്ങൾ, ഒന്ന് ചെറുതാകാൻ, ഒന്ന് കുറയാൻ, ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാരണം. 2 പേരും നല്ല അഭ്യസ്തവിദ്യരാണ്, ചെറുപ്രായത്തിൽ ജോലി കിട്ടിയ ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അവർ പറയുകയാണ്, ഒരു നല്ല വാക്കുണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിന്, മ്യൂച്വൽ എഗ്രിമെന്റ്.
അവൾക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, ഞങ്ങൾ വേർപിരിക്കും. എത്ര ഈസിയാണ്. ഞാനതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിവാഹ ബന്ധം ദൈവത്താൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബഹുമാനമുള്ള കാർമ്മികൻ അച്ഛൻ ചൊല്ലിയ ഓരോ പ്രാർത്ഥനകളും, ഞാൻ ഉൾപ്പെടെ ചൊല്ലിയ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്. അത് മുഴുവൻ ദൈവത്തിൻ്റെ ആലോചനകളാണ്. അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് നിങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി നിലനിൽക്കുവാൻ ഒന്നാമത് ഓർക്കേണ്ടത് ദൈവമാണ് ഞങ്ങളെ കുറിച്ചത്. ഒരുപക്ഷെ മാനുഷിക ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ആലോചനകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അൾട്ടിമേറ്റായി ദൈവമാണ് നിങ്ങളെ കുറിച്ചത്. ഇത് എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അവിടെ കുടുംബജീവിതം എന്നേ പറയും പ്രശ്ന സങ്കീർണമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഭാര്യയൊപ്പവും ഇനിയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ഉടമ്പടി ചെയ്തപ്പോൾ ദൈവമാണ് ആ ഉടമ്പടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷകരായി ചെയ്യുമ്പോൾ ദൈവമാണ് ആ എഗ്രിമെന്റ്, ആ സമ്മതം അംഗീകരിക്കും. ഒരു മോതിരമോ ഒരു മിന്നോ ഒരു മാലയോ അതിൻ്റെ ഒക്കെ പ്രതീകങ്ങൾ, അതിനേക്കാളപ്പുറമായി നമ്മുടെ നഗ്നമായ നേതൃത്വത്തിൽ കാണാൻ കഴിയാത്ത ഒരാദർശരൂപിയാണ് നിങ്ങളെ സമീപിച്ചത്. ആ ബോധ്യം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നമ്മൾ വായിക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്ഥാപനം, ദൈവം സ്ഥാപിക്കും. ആ ബോധം എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ കുടുംബജീവിതം നിലനിൽക്കുവാൻ വളരെ ലഘുവായ 4 കാര്യങ്ങൾ ഓരോ വാക്യത്തിലാണ്. നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ വീടല്ല, ആധുനിക ലോകത്തിൻ്റെ വീടല്ല, പഴയ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വീടിന് 4 മൂലകളാണ്. ആ 4 മൂലകളിൽ 4 തൂണുകളാണ്. ആ തൂണിലാണ് വീട് നിലനിൽക്കുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. തൂണില്ലാതെ ഒരു വീട് നിലനിൽക്കുന്നില്ല. അതിൻ്റെ സ്ഥാനത്ത് പില്ലറുകളും കോളവും അതുപോലെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ. എനിവേ എങ്ങനെയാണെങ്കിലും ഒരു തൂണാണ് അതിനെ താങ്ങി നിർത്തുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബജീവിതവും താങ്ങി നിർത്തുവാനുള്ള 4 തൂണുകളാണ്. ഒന്ന് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ വിവാഹം വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ആദ്യ നാളുകളൊക്കെ വിരുന്നായി, യാത്രകളായി, ട്രിപ്പായി, ഹണിമൂണായി ഒക്കെ നല്ല സന്തോഷമാണ്. പക്ഷേ കുറേയൊക്കെ കഴിയുമ്പോൾ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളും ഒക്കെയായി നമ്മൾ ഇടപെടും. അപ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ചെറിയ ചെറിയ പ്രയാസങ്ങളും ഒക്കെ ഉടലെടുക്കും. ചിലർ തളർന്നു പോകും, ചിലർ പിടിച്ചു നിൽക്കും, ചിലർ ജീവിതം തന്നെ അവസാനിക്കും. എന്താ കാരണം? കുടുംബജീവിതം സ്ഥായിയായി നിലനിൽക്കണമെങ്കിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സ്വന്തമായ സാമർഥ്യമോ കഴിവോ എടുക്കോ ഒന്നും അതിന് കാരണമല്ല. അതൊക്കെ ഒരു പരിധിവരെ സഹായിക്കും, ശരിയാണ്. പക്ഷേ ദൈവാശ്രയമാണ്, ദൈവത്തിൽ ശ്രദ്ധിച്ചു. യോശുവ എന്ന് പറയുന്ന ഒരു പുസ്തകം, വേദപുസ്തകത്തിൽ കഥാപാത്രം, അതിന് 24:15 പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഒന്ന് പില്ലർ ഓഫ് പ്രയർ, ഒരു പ്രാർത്ഥനയുടെ തോന്നണം. നിങ്ങളുടെ ഫസ്റ്റ് ഡേ നിങ്ങളിവിടെ ആരംഭിക്കാം, പരസ്പരം ഹസ്തദാനം ചെയ്യാം. അതൊന്നും നാണക്കേടൊന്നുമല്ല, ക്ഷേമമൊന്നുമല്ല. സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ദൈവമേ നീ എനിക്ക് ഇവിടെ തന്നതുകൊണ്ട്, സ്വന്തം ഭർത്താവിൻ്റെ കൈപിടിച്ചിട്ട് ദൈവമേ നീ എനിക്ക് ഇദ്ദേഹത്തെ തന്നതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതിൽ പരമൊരു ഹാപ്പിനെസ് ലൈഫിൽ പ്രശ്നമാകട്ടെ, സന്തോഷമാകട്ടെ, ജോലിയിലെ ടെൻഷൻസ് ആകട്ടെ, ജീവിതത്തിലെ ടെൻഷൻസ് ആകട്ടെ, ദൈവസന്നിധി എത്ര ലേറ്റായിട്ട് ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് കരം പിടിച്ച്, ചിലപ്പോൾ പകരം ചെറിയ കശവിഷയം ഉണ്ടായിരുന്നു. പുസ്തകം പറയുന്നത് ഭാര്യ ഭർത്താവ് പിണങ്ങണം, പിണങ്ങാതിരിക്കരുത്. പിണങ്ങണം നല്ലത്, കാരണം പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് ഇരട്ടി മധുരമുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് ഞാൻ 32 വർഷമായി വിവാഹം കഴിച്ചത്. പക്ഷേ പിണങ്ങാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, അതൊരു പ്രശ്നമാണ്. ഏതായാലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിണക്കത്തിന് ശേഷമുള്ള ഇണക്കത്തിന് ഒരു വലിയ
സ്വീറ്റ്നസ് കൂടുതൽ, അവരുടെ ചെറിയ കണക്കുകളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അത് തുടച്ചു കളയും. അതിനാണ് ഒരുമിച്ച് പകൽക്കാലത്ത് അധ്വാനത്തിന് ശേഷം, ടെൻഷൻസിന് ശേഷം ഒരുമിച്ച് കൈപിടിച്ച് കൂടുതലൊന്നും വായി വിളിച്ച് പ്രാർത്ഥിക്കാനില്ല, പരസ്പരം പ്രാർത്ഥിക്കുക. പില്ലർ ഓഫ് പ്രയർ. 2, നിങ്ങളുടെ ജീവിതത്തെ സ്ഥായിയായി നിലനിർത്തുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്. ഒരു ദിവസം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിയുന്നു 2 പേരും ചേർന്ന് ഒരു വേദവാക്യമെങ്കിലും വായിക്കണം. ഇതൊക്കെ ഇന്ന് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഇതിനേക്കാളൊക്കെ എത്ര വലിയ കാര്യമുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമായി ദൈവത്തിൻ്റെ മുൻപിലും സഭയുടെ മുൻപിലും സമൂഹത്തിൻ്റെ മുൻപിലും ഏറ്റവും അനുഗ്രഹമായി നിൽക്കുവാനുള്ള 2ാമത്തെ തൂണ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വചനം നിങ്ങൾ 2 പേരും ചേർത്ത് വായിക്കും. കാരണം എന്താ? വചനം നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഇടപെടലിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അത് ലോകത്തിൻ്റെ വാക്കുകളൊന്നുമല്ല. ഒരു അച്ഛനായതോട് പറയുന്നത് ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്, ജീവിതാനുഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ദൈവവചനം നിങ്ങൾ വായിക്കണം. കൂടുതലൊന്നും വായിച്ച് വായിക്കണമെന്നില്ല, വായിച്ചാൽ നല്ലത്. അത് ഓർക്കുക. അപ്പോൾ 2ാമത്തെ നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള വീടിനെ കുറിച്ചല്ല, ഒരു ആത്മീയ വീട്. അത് ഭൗതിക വീടിൻ്റെ നിഴലാണ്, ഷാഡോ. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു 3 പില്ലർ ഓഫ് ലവ്, സ്നേഹം. സ്നേഹം നഷ്ടപ്പെടുന്ന കുടുംബം നശിച്ച കുടുംബം. സ്നേഹം നഷ്ടപ്പെടുന്നിടത്താണ് എല്ലാ അവസ്ഥകളും. എന്താ സ്നേഹം എന്ന് പറയുന്ന ഡെഫിനിഷൻ? സ്നേഹം ഞാൻ ഇവിടുത്തെ വായിച്ചു. സ്നേഹം എന്ന് പറയുന്നത് കരുതലുള്ള പ്രവൃത്തിയും കരുണയുള്ള വാക്കുകളും. കരുതലുള്ള പ്രവൃത്തിയും കരുണയുള്ള വാക്കുകളും, അതാണ് സ്നേഹം. അപ്പം ഭാര്യയോട് കരുണയോടെ വർദ്ധിക്കണം, കരുതലോടെ വർദ്ധിക്കണം. കാരണം മോൾക്കിനി അപ്പവും അപ്പൂനിനി മോളുമാണ്. അപ്പനും മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? വേദപുസ്തകം പറയുന്നത് നിങ്ങൾ അപ്പനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരണം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും ചവിട്ടി പുറത്താക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ ഏറ്റവും പ്രത്യേകമായി നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സുന്ദരിയാണ് എൻ്റെ ഭാര്യ, വിശ്വസുന്ദരിയാണെന്നുള്ളൊരു കൺസെപ്റ്റ് രൂപപ്പെടുന്നത്. അതാണ് അത്രയും സ്നേഹം. തിരിച്ചും ഭർത്താവിനാണ്. എൻ്റെ ജീവിതത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ എന്തോ ഒരു ന്യൂജൻ ഫിലിം സ്റ്റാറൊന്നുമല്ല. എൻ്റെ ഭർത്താവാണ് ലോകത്തിൽ കാണപ്പെട്ട ആ സുന്ദരനും സൗന്ദര്യമുള്ളവരും ഏറ്റവും സ്നേഹിക്കുന്നവരെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വളരണം. അങ്ങനെ സ്നേഹം രൂപപ്പെടുമ്പോൾ കുടുംബജീവിതം ധന്യമായി തീരും. സ്നേഹം ക്ഷമിക്കും, സഹിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ 3ാമത്തെ പില്ലർ എന്താ? സ്നേഹം, പില്ലർ ഓഫ് ലവ്. മറ്റൊന്ന് ഫെയ്ത്ത്ഫുൾനെസ്. അവസാനത്തെ പറഞ്ഞ വിശ്വസ്തത. കുടുംബജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ് വിശ്വസ്തത. 2 വിധത്തിലുള്ള വിശ്വസ്തത. ഒന്ന് ദൈവത്തോടുള്ള വിശ്വസ്തത. എനിക്ക് ഈ ഭാര്യയെ തന്നു, ദൈവത്തിൻ്റെ സമയത്ത് മക്കളെ തരും, അവരെയും വിശ്വസ്തരാക്കുക. ഈ കുടുംബജീവിതം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് സമയത്ത് കുഞ്ഞുങ്ങളെ തരും. കുറേ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാമെന്നുള്ളതല്ല കുടുംബത്തിൻ്റെ ധർമ്മം. മറിച്ച് ഒരു ഭക്തൻ പറഞ്ഞ് സ്വർഗത്തിൽ വിശുദ്ധന്മാരെയും ഭൂമിയിൽ നല്ല പൗരന്മാരെയും സൃഷ്ടിക്കുക. അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സഹോദരി നിങ്ങളിരുവരും ദൈവത്തോടും വിശ്വസ്തതയുള്ളവരാണ്. ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ ഭാര്യ ഭർത്തബന്ധത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടവരാണ്. പിന്നെ അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പില്ലർ എന്തുവാ? പില്ലർ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. അപ്പോൾ ഈ പില്ലറുകളാൽ നിങ്ങളൊരു നല്ല കുടുംബം കാണുന്നു. ഏറ്റവും അനുഗ്രഹവും ഐശ്വര്യവുമായ നിങ്ങളെക്കുറിച്ച് ആര് കേട്ടാലും അസൂയ തോന്നത്തില്ല. അസൂയ എന്ന് പറഞ്ഞാൽ മോശം അസൂയ, നല്ല അസൂയ തോന്നത്തക്ക ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഉത്തമമായ കുടുംബജീവിതം
നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് സർവ്വവിധമായ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം തന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വികാരി അച്ഛനോട് എൻ്റെ നന്ദിയും കടപ്പാടുകളും അറിയിക്കും. ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി ഉദയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആണിക്കും
അക്ഷരഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ജീവിതത്തിൽ സന്തോഷിച്ചതായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ ഈശോ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തെ മുദ്രയിടട്ടെ. തന്റെ സമയത്തെ പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലതുദൈവത്തിൽ നിങ്ങൾ ആമസിച്ച എല്ലാ മുദ്രകളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് കൂടിയിരുന്ന് ആകെ കർത്താവയുടെ അജയൻ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷപ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതായി ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകത്തിലെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് കഴിഞ്ഞ് ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽപ്പങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവർ അനുഗ്രഹം നിങ്ങളിലും ഒട്ടക്കാരുടെ കൈകാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യം കൊണ്ടും സമ്പാദ്യം കൊണ്ടും സർവ്വത സൗഭാഗ്യം കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവനയുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തുകളെ പോലെ നിങ്ങൾ സ്വർഗ്ഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ താമരികാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയെ ഉടമ്പടി ചെയ്യുവാനായി സീനായി നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും വെച്ചിട്ടുള്ളതായ Thank you.
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനായ പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീവായുടെയും വെടിപ്പുള്ള എവങ്കേലിന്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാണ് നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെ എല്ലാം നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കൂടി ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരനും ശമാശന്മാരും വിശ്വാസകാര്യത്തിലും മണവാളനും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹം കരുണയുമെന്ന് സമൃദ്ധിയായി ആവശ്യമാകട്ടെ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്യുന്നവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വന്ദനം എന്നേക്കും നിങ്ങളിൽ ആവശ്യമാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാണെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടൊന്നും ഇങ്ങനെയായിരിക്കണമെന്ന് അവരോട് ശ്രദ്ധിക്കും. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടിയിൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരട്ടെ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരുണ്യം ആശ്രയിച്ചുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിന്റെ ആവശ്യമുള്ള രക്ഷപ്പെടണമേ. നിങ്ങളുടെ രാജ്യം ശക്തിയുമാകുന്നു. സർവ്വശക്തനായ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയെ കാണാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സകലത്തെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മുദ്രവും സർവ്വലോകവും കാണുന്ന ജനിച്ച പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവരും സൃഷ്ടികളാദ്യം സാരാംശങ്ങളോടൊന്നായിരിക്കും. സർവ്വം സർവ്വമാത്രമായ മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായുള്ള സർവ്വം നൽകി വിഷ്ണുവായ ദൈവമാതാവായ ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടതനുസരിച്ച് മരിച്ച് രക്ഷപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും ഉയർപ്പാൻ തന്റെ വലിയ ബോധത്തോടെ വരുവാനും തന്റെ രാജ്യത്തിന് അവസാനമല്ലാത്തവനുമായ യേശുശിഹായായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തെയും ജീവിക്കുന്ന കർത്താവും
പുതിയ കുടുംബ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന മക്കളോടുകൂടി നിങ്ങളെല്ലാം ഉണ്ടായിരിക്കുവാനാകണമേ.